ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്യുന്നവരാണ്. ഒരുപാട് വിഷമങ്ങൾ, സാമ്പത്തികമായ പ്രയാസം, ഇനി സാമ്പത്തിക ഭദ്രതയുള്ളവരാണെങ്കിൽ ശാരീരിക പ്രയാസം, ഇനി രോഗങ്ങളൊന്നുമില്ലാത്തവരാണെങ്കിൽ തന്നെ മാനസിക പ്രയാസം, ഇനി ഇതെല്ലാം ഓക്കെയാണെങ്കിൽ കുടുംബപരമായ പ്രയാസം. ഇങ്ങനെ ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ മറ്റൊരു പ്രശ്നം, ഒന്നുമല്ലെങ്കിൽ വേറൊരു പ്രയാസം. ഇങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങൾ നമ്മുടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഈ പ്രയാസങ്ങളിലെല്ലാം തകർന്നു പോകുകയാണ്. ഒരുപാട് ആളുകൾ ജീവൻ പോലും വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രയാസങ്ങളും ഈ വിഷമങ്ങളും തരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരാഴ്ച മുമ്പാണ് ബ്ലോഗറായ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തത്. നമ്മുടെ ജില്ലയിലും പരിസരത്തുമാണെന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. ഈ അടുത്താണ് കർണാടകയിൽ ഒരു 2-3 ആഴ്ച മുമ്പ് കർണാടകയിൽ പള്ളിക്കുള്ളിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. നമുക്ക് അതിന്റെ വീഡിയോ കണ്ടവരാണ്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് അസറിന് വേണ്ട ആളുകൾ വരുമ്പോൾ പള്ളിയിൽ നമ്മുടെ ഈ ഫാനൊക്കെ തൂക്കുന്ന ആ ഓൾസിൽ കയറ് കെട്ടി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇന്നലെ അടുക്കയിലുള്ള രാജ്യം ഇന്നലെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഉപ്പളയിൽ പിന്നെ ഫ്ലാറ്റിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഭാര്യമില്ലാത്ത സമയത്ത് വന്നു നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് കിടക്കുകയാണ്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടതാണ്. ഇങ്ങനെ ദിനം പ്രതി എടുത്തു നോക്കുമ്പോൾ ധാരാളം വിഷയങ്ങൾ, ഒരുപാട് ആളുകൾ ജീവൻ വരെ വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രയാസങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ, തവക്കുൽ എന്ന വിഷയം പാടെ നമ്മിൽ നിന്ന് ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ്. എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ സങ്കടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും എന്റെ റബ്ബ് എനിക്കുണ്ട് എന്ന ചിന്ത ഉണ്ടെങ്കിൽ, എന്റെ എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കാൻ എന്നെ പടച്ചു പരിപാലിക്കുന്ന നാഥനായ റബ്ബ് എനിക്കുണ്ടെന്ന ചിന്തയുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സങ്കടപ്പെടാനാവുക? അല്ലാഹുവിലേക്ക് തവക്കുലാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആല പറഞ്ഞില്ല, ഒരാൾ അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കാര്യം ഏറ്റെടുക്കുമെന്നാണ്. അവന്റെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നടത്തി കൊടുക്കുമെന്നാണ്. ഈ തവക്കുല് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഇങ്ങനെ ജീവൻ വരെ വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യം ഉണ്ടായി പോകുന്നത്. ആകപ്പാടെ തകർന്നു പോകുന്നത്, ആകപ്പാടെ പ്രയാസത്തിലായി പോകുന്നത്. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. എങ്കിൽ മുഅ്മിനീങ്ങളെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം കടന്നു പോകുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയ വിഷയങ്ങളാണ്. ഈ ദുൽഹിജ്ജ മാസം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം? നാം പഠിക്കണം. എപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളുമാണെന്ന് പരാതിപ്പെടുന്നവർ, ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ ജീവനം വേണ്ടെന്ന് വെക്കാൻ തുനിയുന്നവർ, ഒരു ചെറിയ വിഷമം വരുമ്പോൾ ആകെ തകർന്നു പോകുന്നവർ, എന്റെ റബ്ബ് എന്നെ കൂട്ടാക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർ, നാം പഠിക്കണം. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആരായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ജീവിതത്തിൽ 5 പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 5 വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. ആ ഒരു പരീക്ഷണങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തകർന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ് 5 പരീക്ഷണങ്ങൾ എന്നറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം
ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത പ്രവാചകനാണ്. എത്രയോ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനാണ്. എത്രയോ സങ്കടങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാം ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റുവാങ്ങിയ ഒന്നാമത്തെ പ്രയാസം ഏതാണെന്ന് അറിയുമോ? ചെറിയ മോനായിരിക്കുമ്പോൾ തന്നെ, കൊച്ചു ബാലനായിരിക്കുമ്പോൾ തന്നെ, ചെറിയ പൊന്നമോനായിരിക്കുമ്പോൾ തന്നെ ആലോചിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. കളിച്ചു വളരേണ്ട പ്രായത്തിൽ ഒരു വാപ്പാനെ കയ്യും പിടിച്ച് നടന്നു പോകേണ്ട സമയത്തിൽ ചെറിയ പ്രായം മാത്രമുള്ള സയ്യിദിന ഇബ്രാഹിം എന്ന പൊന്നുമോനെ വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്തിനാണ് പുറത്താക്കുന്നത്? വാപ്പാനെ ധിക്കരിച്ചത് കൊണ്ടല്ല, വീട്ടിൽ കളവ് നടത്തിയത് കൊണ്ടല്ല, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടല്ല, അധർമ്മമായ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല. എന്തിനാണ് ഇബ്രാഹിം എന്ന മോനെ വാപ്പ പുറത്താക്കുന്നത്? ഏകനായ റബ്ബിൽ വിശ്വസിച്ചത് കൊണ്ടാ. അല്ലാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ പേരിലാ. ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ എന്ന് പറയുന്ന മനുഷ്യന് ഒരു ബൗദ്ധൈവാരാധനക്കാരനായിരുന്നു. ബിംബങ്ങൾ നിർമ്മിക്കലായിരുന്നു മൂപ്പരുടെ പണി. ബിംബങ്ങൾ ഉണ്ടാക്കാൻ വിൽപ്പന നടത്തലായിരുന്നു ആസറിന്റെ ജോലി. ഈ പ്രവർത്തനവുമായി ഇബ്രാഹിം പൊരുത്തപ്പെട്ടു പോയില്ല. വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, നിങ്ങളെ ഈ പ്രവർത്തനം നിങ്ങൾ ഒഴിവാക്കണം. ഈ പണി നന്നല്ല വാപ്പാ, ഈ പണി ചെയ്യാൻ പാടില്ല വാപ്പാ, ഈ പണി നല്ല പണിയല്ല വാപ്പാ. നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ തമ്പുരാനെയാണ്. ഈ ലോകം പടച്ച് പരിപാലിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് വാപ്പാ, ഈ പ്രവർത്തനം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം എന്ന പൊന്നോനെ വാപ്പ വീട്ടിൽ നിന്ന് പുറത്താകുകയാണ്. ഇബ്രാഹിം നബി അവിടെ തകർന്നില്ല. ആലോചിക്കണേ, ചെറിയ പ്രായമാണ്, കൊച്ചുബാലനാ, ചെറിയ വയസ്സാണ്. ഒന്നാമത്തെ പരീക്ഷണം ഇബ്രാഹിം നബി ഏറ്റുവാങ്ങുകയാണ്. എങ്കിലും ഇബ്രാഹിം നബിയെ തകർക്കാൻ, തളർത്താൻ ആ പരീക്ഷണത്തിന് കഴിഞ്ഞില്ല. വീണ്ടും ഇബ്രാഹിം നബി വളർന്നു വരികയാണ്. രണ്ടാമത്തെ പരീക്ഷണം ഇബ്രാഹിം നബിക്ക് എത്തുകയാണ്. ഏതാണ് രണ്ടാമത്തെ പരീക്ഷണം എന്നറിയുമോ? ഇബ്രാഹിം നബിയുടെ നാട്ടിൽ നമുക്കറിയാലോ, വിശാലമായ ചരിത്രമാണ്. ആ നാട്ടിലുള്ള ബിംബങ്ങളെല്ലാം തകർക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ ബിംബങ്ങളെയും തകർന്ന് തരിപ്പടമാകുന്ന ഒരു ദിവസമുണ്ട്. ആളുകളെല്ലാം വന്നോ, നാട്ടുകാരെല്ലാം വന്നോ ഇബ്രാഹിമിനെ വിളിക്കുകയാണ്. ആളുകളെല്ലാവരും ഒരു ഭാഗത്ത് കൂടി നിന്ന്, എല്ലാ രാജാക്കളുമുണ്ട്, നമ്രൂദ് അടക്കമുള്ള രാജാവും മന്ത്രിമാരും പരിവാരങ്ങളുമുണ്ട്. എല്ലാവരും ഇബ്രാഹിമിനെ വിളിപ്പിക്കുകയാണ്. ശക്തമായി ഇബ്രാഹിമിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ശക്തമായ ഭാഷയിൽ ഇബ്രാഹിം എന്ന മോനെ ക്രൂശിക്കുകയാണ്. വല്ലാതെ ഇബ്രാഹിമിനെ അവർ സങ്കടപ്പെടുത്തുക.
സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വന്നെത്തുന്നത്. എന്താണ് മൂന്നാമത്തെ പരീക്ഷണം പറയുമോ? എന്താണ് മൂന്നാമത്തെ പരീക്ഷണം പറയുമോ? നമ്രൂദ് എന്ന രാജാവ് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കുകയാ, വലിയ തീക്കുണ്ടാരം നിർമ്മിക്കുകയാ. ആ തീക്കുണ്ടാരത്തിൽ അഗ്നി കടന്നു വരികയാണ്, തീ കത്തിക്കപ്പെടുകയാണ്. ദിവസങ്ങളോളം ശക്തമായ തീ കത്തുകയാ. ചെറിയ തീയല്ലല്ലോ, ചെറിയ തീയല്ലല്ലോ, ദിവസങ്ങളോളം കത്തിക്കപ്പെടുകയാണ്. ഏത് വരെ പറയുമോ ആ അഗ്നിയുടെ ശക്തി എന്ന് പറയുന്നത്? ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ കിലോമീറ്ററുകൾ അപ്പുറം വരെ പറന്നു പോയാൽ പോലും ഈ തീയുടെ ചൂടുകൊണ്ട്, ശക്തി കൊണ്ട് ആ പറവ പോലും അതിലേക്ക് കരിഞ്ഞു വീഴുവത്രേ. അത്രത്തോളം ശക്തമായ തീയങ്ങ് കത്തിക്കപ്പെടുകയാ. തീ കത്തിച്ചു. എങ്ങനെയാണ് ഇബ്രാഹിമിനെ അതിലേക്ക് ഇടുക? പല ചർച്ചകളും കൂലങ്കഷമായ ചർച്ചകൾ നടക്കുകയാണ്. എന്ത്? ആ തീന്റെ അയലത്ത് പോകാൻ സാധ്യമല്ല, അത്രത്തോളം ശക്തമായ ചൂടാൻ. പിന്നെങ്ങനെയാണ് ഇബ്രാഹിമിനെ തീയിലേക്ക് ഇടുക? അവരെല്ലാവരും തീരുമാനിച്ചു ഒരു അമ്പ് ഘടിപ്പിക്കുക, ആ അമ്പിൽ ഇബ്രാഹിമിനെ നിർത്തുക, എന്നിട്ട് സ്പ്രിങ് ചെയ്യുക. ഇബ്രാഹിം അതിലേക്ക് കൂടുകൊള്ളുമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തന്നെ അപ്രകാരം അവർ ചെയ്യുകയാ. എന്തിനു വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയ പരീക്ഷണങ്ങൾ ഇബ്രാഹിം ഏറ്റുവാങ്ങുന്നത്? എന്തിനാണ് എല്ലാവരും കൂടി ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരനെ ആ തീയിലേക്ക് വലിച്ചെറിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നാട്ടിൽ കലാപുണ്ടാക്കലിന്റെ പേരിലല്ല, കൂട്ടക്കൊല നടക്കലിന്റെ പേരിലല്ലേ, അല്ല, നാട്ടിൽ കളവ് നടത്തിയതിനല്ല, മറ്റെന്തെങ്കിലും അതിക്രമങ്ങൾ അഴിച്ചു വിട്ടതിന്റെ പേരിലല്ല. പിന്നെന്തിനാണെന്നറിയോ? ഏകനായ റബ്ബിനെ മാലോകർക്ക് പരിചയപ്പെടുത്തി, ഏകനായ അല്ലാഹുവിനെ ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്തു എന്നവരൊക്കെ താഴത്താരാ. ഈ മർദ്ദനങ്ങളും ഈ ക്രൂരതകളും ഈ സങ്കടങ്ങളും ഈ പ്രയാസങ്ങളും ഈ വിഷമങ്ങളുമെല്ലാം ഇബ്രാഹിമിന് ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വാപ്പമാരെ ഒന്ന് ആലോചിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ തളം കെട്ടിക്കിടക്കുന്ന പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇബ്രാഹിം നബിയുടെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് ബലിപെരുന്നാൾ നാം ആഘോഷിച്ചപ്പോ ഇബ്രാഹിം നബിയുടെ സുന്നത്തായ കർമ്മം നാം നടത്തിയപ്പോ ഒന്നത്തെ പഠിക്കാതെ പോയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യനെ കുറിച്ചിട്ട്, അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളെ കുറിച്ചിട്ട്, അവിടുത്തെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങളെ കുറിച്ചിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് എല്ലാ അതിക്രമങ്ങളും ചെയ്യാനും മടികളില്ലാത്തവരാ, ഏത് തെറ്റുകൾ ചെയ്യാനും ഒരു മോശമില്ലാത്തവരാ, പാടെ റബ്ബിനെ മറന്നു പോകുന്നവരാ. എല്ലാ തെറ്റുകളും ചെയ്ത് അല്ലാഹ് എന്ന സംഭവത്തെ പാടെ മറന്നു പോകുകയാണ്. റബ്ബ് തന്ന അനുഗ്രഹത്തെ ഓർക്കാതെ പോകുകയാണ്. സുന്ദരമായി ജീവിക്കാൻ പടച്ചറബ് ആരോഗ്യം തന്നിട്ട്, അവസരം തന്നിട്ട്, സമ്പത്ത് തന്നിട്ട്, എല്ലാവരും സൗകര്യ ഏർപ്പാടുകൾ ഒരുക്കി തന്നിട്ട് ആ അല്ലാഹനെ മറന്നു പോകുന്ന വിഭാഗമായി നാം മാറുമ്പോ സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാമോ എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം പടച്ചറബിന്റെ മാറ്റിവെച്ച് ജീവിച്ച മനുഷ്യനാ. അല്ലാഹ് എന്നതിന്റെ മുമ്പിൽ എല്ലാ സൗകര്യങ്ങളും പുറത്താകും.
വെട്ടിത്തെറിപ്പിച്ച മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ റബ്ബിനെ പരിചയപ്പെടുത്തിയതിന്റെ പേരിലാണ് സുബ്ഹാനല്ലാഹ് ആദി കുണ്ടാരത്തിലേക്ക് നമ്രൂദിന്റെ രാജാവ് അവന്റെ ഭീകരന്മാരും പട്ടാളക്കാരും സുബ്ഹാനല്ലാഹ് വലിച്ചെറിയുകയാണ്. ഇബ്രാഹിം നബിയെ ആ തീ കുണ്ടാരത്തിലേക്ക് എറിയുകയാണ്. സംഭവിച്ചതെന്താ? ചരിത്രം പറയുന്നു, മുഫസ്സിരീങ്ങൾ പറയുന്നു, 40 ദിവസമാണത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീ കുണ്ടാരത്തിൽ ഇരുന്നത്. അങ്ങനല്ല എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ദിവസങ്ങളോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീ കുണ്ടാരത്തിൽ ഇരുന്നു. എന്റെ ഉമ്മമാരെ, വാപ്പമാരെ, റബ്ബിനെ മുറുകെ പിടിച്ചാൽ, അല്ലാഹനെ മുറുകെ പിടിച്ചാൽ, ദീനിനെ മുറുകെ പിടിച്ചാൽ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ആര് നമ്മെ കളിയാക്കിയാലോ, ആര് നമ്മെ പഴഞ്ചെന്ന് പറഞ്ഞാലും, ആര് നമ്മെ ആക്ഷേപിച്ചാലും, എന്റെ ഇന്നത്തെ കൂടെ കടന്നു വരുന്ന ന്യൂ ജനറേഷൻ പെൺകുട്ടികൾക്ക് തലമറക്കാൻ മടിയാണ്, തലമറക്കാൻ അവർക്ക് മടിയാണ്. എന്റെ കാരണമെന്നറിയോ? അവർ ചോദിക്കും, പറയാണ്, ഇപ്പോഴാരാ തലമറക്കുന്നത്? അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ, പഴയ ഫാഷൻ അല്ലേ, ആരാണ് തലമറന്ന് നടക്കുന്നത് എന്ന് പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ചോദിക്കുമ്പോ, എന്റെ പെങ്ങളെ, അത് ഓൾഡ് ഫാഷൻ അല്ല, അത് നമ്മുടെ ശരീഅത്തിന്റെ നിയമമാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. തല തുറന്ന് നടക്കല്ല പെങ്ങളെ, നിന്റെ ഒരു മുടി പോലും പുറത്ത് കാണിക്കല്ല മോളെ, നാളെ കേൾക്കേണ്ടി വരുമേ. ആളുകൾ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ചങ്ങാതിമാരെല്ലാവരും തല തുറന്ന് നടക്കുന്നവരാണ്, അതുകൊണ്ട് ഞാനും തല തുറന്ന് നടക്കട്ടെ എന്ന് തീരുമാനിക്കല്ല, ഒഴുക്കിലൊത്തു നീന്തിയേക്കല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല. ആ പാഠമാണ് ഇബ്രാഹിം നബി പഠിപ്പിക്കുന്നത്. അല്ലാഹ് എന്ന സത്യത്തെ മുറുകെ പിടിച്ചപ്പോ, അല്ലാഹ് എന്ന സത്യത്തെ കൂടെ കൂട്ടിയപ്പോ, പടച്ചറപ്പിനെ മുറുകെ പിടിച്ച് മാനവോട് പരിചയപ്പെടുത്തിയപ്പോ, രാജ്യം ഭരിക്കുന്ന രാജാക്കളടക്കം, നാട്ടുകാരടക്കം, കൂട്ടുകാരടക്കം ഒറ്റപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശക്തമായ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോഴോ, 40 ദിവസക്കാലം ആ തീക്കുള്ളിൽ ഇബ്രാഹിം കഴിഞ്ഞപ്പോഴോ, അവസാനം 40ാമത്തെ ദിവസം ആളുകൾ വിചാരിച്ചു ഇബ്രാഹിം ഭസ്മമായി കാണും, വെണ്ണീരായി കാണും, ഇബ്രാഹിമിന്റെ പൊടി പോലും ഉണ്ടാകില്ലെന്ന് വിധിച്ചവർക്കിടയിലാണ് 40 ദിവസം കഴിഞ്ഞിട്ടും പുഞ്ചിരി തൂകി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മെല്ലെ നടന്നു വന്നത്. എന്തേ അല്ലാഹുവിനെ കൂടെ കൂട്ടിയപ്പോ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹ് ഇബ്രാഹിം നബിക്ക് ഒരു പോലും ഏൽപ്പിച്ചില്ല, ഒരു സങ്കടവും കൊടുത്തില്ല, ഒരു പ്രയാസവും കൊടുത്തില്ല. അല്ലാഹുവിനെ കൂടെ കൂട്ടണേ, പരിശുദ്ധ ശരീഅത്തിനെ മുറുകെ പിടിക്കണേ. പലിശ വേണ്ട, പലിശക്കെടുക്കുന്ന സഹോദര, പ്രയാസപ്പെടുമ്പോ റബ്ബ് നമ്മെ കൂടെ കാണില്ല കേട്ടോ. സങ്കടപ്പെടുമ്പോ റബ്ബ് നമ്മെ കൂടെ കാണില്ല. എന്റെ ചെറിയ സങ്കടങ്ങൾ വരുമ്പോ നാം തകർന്നു പോകുന്നതെന്ത്? നമ്മുടെ മനസ്സിൽ ശക്തിയില്ലാണ്ടായി പോകുന്നതെന്ത്? നമ്മുടെ ജീവിതം മുഴുവൻ ഹറാമായത് കൊണ്ടാണ്. നാം ചെയ്യുന്നത് ഹറാമാണ്, നാം കാണുന്നത് ഹറാമാണ്, നാം മോശമായ കാര്യമാണ്, നാം ഇടപെടുന്നത് മുഴുവൻ
മുഴുവനും തെറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ ഒരു സങ്കടം വരുമ്പോൾ പോലും നാം ആകെ തകർന്നു പോകാൻ കാരണം അല്ലാഹു നമ്മുടെ ഈമാനിൽ ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിൽ വലിയ ശക്തി അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇബ്രാഹിം നബി റബ്ബിന്റെ കൂടെ കൂടിയപ്പോ അല്ലാഹ് എന്ന സത്യത്തെ മുറുകെ പിടിച്ചപ്പോ ആ പ്രതിസന്ധി ഘട്ടത്തിലും ആ അഗ്നിയിൽ പോലും ഇബ്രാഹിം നബിക്ക് വലിയ സമാധാനം കടന്നു വന്നു. ആ അഗ്നിക്ക് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഓ തീയേ, ഓ അഗ്നിയേ, നിന്നിലെ കാലുകൾ എറിഞ്ഞ വ്യക്തി അവർ ചില്ലറക്കാരനല്ല. തീയേ, അത് എന്റെ പ്രവാചകനാണ്, എന്റെ ദാസനാണ്, എന്നെ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് തീയേ, ആ ഇബ്രാഹിം എന്ന മനുഷ്യന്റെ ഒരു രോമത്തെ പോലും നീ തൊട്ടുപോകല്ലേ. ഇന്ന് തീക്ക് പോലും അല്ലാഹു നിർദ്ദേശം കൊടുത്തുവെങ്കിൽ മുമ്പിലെ ആ ഒരു തവക്കുൽ നമുക്ക് വേണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പ്രയാസഘട്ടത്തിലും, ഏത് വിഷമഘട്ടത്തിലും അല്ലാഹ് എന്ന സത്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധം മറന്നു പോകല്ല. ഏത് പ്രയാസം നീക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. എത്ര വലിയ സങ്കടങ്ങളും മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ തമ്പുരാൻ. ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ പിന്നെന്തിനാണ് തകർന്നു പോകുന്നത്? പിന്നെന്തിനാണ് തകരാറാകുന്നത്? പിന്നെന്തിനാണ് സങ്കടപ്പെട്ടു പോകുന്നത്? അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? ആ ബോധം നമുക്ക് വേണം. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റുവാങ്ങിയ നാലാമത്തെ പ്രയാസമേയാണെന്നറിയോ? നാലാമത്തെ സങ്കടമേയാണെന്നറിയോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞു ഉറങ്ങുകയാണ്. വർഷങ്ങളോളം കാത്ത് നിന്ന് ഒരുപാട് ദുആ ചെയ്തിട്ട് വാർദ്ധക്യ കാലഘട്ടത്തിലാണ് മഹാനായ ഇബ്രാഹിം നബിക്ക് ഒരു കുഞ്ഞുമോൻ പിറക്കുന്നത്, ഒരു പൈതലുണ്ടാകുന്നത്. ഇസ്മാഈൽ എന്ന മോൻ. സുബ്ഹാനല്ലാഹ്. ആ ചോരപ്പീകൽ തന്റെ കയ്യിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശം വരികയാണ്, ഇബ്രാഹിമേ, മോനെ കൊഞ്ചിച്ചു നിൽക്കേണ്ടവരല്ല നിങ്ങള്, മകനെ കൊഞ്ചിച്ച് വളർത്തേണ്ടവരല്ല നിങ്ങള്, മക്കളെ പൊന്നുമോനെ കാര്യത്തിൽ നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടവരല്ല. നിങ്ങൾ പൊന്നുമോനെയും ആദരെയും നിങ്ങൾ മക്കയിൽ കൊണ്ടുപോയി വിടണം. ഏത് മക്കയാണ്? ഏത് മക്കയാണ്? ഇന്നത്തെ മക്കയില്ല. ഇന്ന് മക്ക വളരെ സുന്ദരമാണ്. ഇന്ന് എല്ലാം കൊണ്ടും മക്കം വല്ലാത്ത ഉഷാറാണ്. പഴയ മക്കയല്ല. ഒരാളും പാർക്കാത്ത നാടാണ് മക്ക. ജനരഹിതമാണ്. അതേപോലെ തന്നെ ജലരഹിതമാണ്. ഒരിക്കൽ വെള്ളം പോലുമില്ല. മരുഭൂമിയാണ്. ചുറ്റും പാറക്കെട്ടുകളാണ്. ആ സ്ഥലത്താണ് കാടുകൾ നിറഞ്ഞ മക്കയിൽ പൊന്നുമോനായ ചോര പൈതലായ ഇസ്മായിലിനെ തന്റെ ഭാര്യയായ ഹാജറ ബീവിയെ ഇബ്രാഹിം നബി കൊണ്ടുപോയി വിടുന്നത്. വാപ്പാന്റെ സങ്കടം എത്രയായിരിക്കും? ഒരു വാപ്പാന്റെ സങ്കടം എത്രയായിരിക്കും? കാത്ത് കാത്ത് നിന്ന് ഒരുപാട് വർഷം ദുആ ചെയ്ത് കിട്ടിയ ആ പൊന്നുമോനെയാണ് റബ്ബിന്റെ തീരുമാന പ്രകാരം കൊണ്ടുപോയി വിടാൻ പറയുന്നത്. അനുസരിച്ചല്ലേ മതിയാവൂ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെയും ഭാര്യയെയും കൊണ്ടുപോയി വിടുകയാ. എന്നിട്ടോ തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ്.
കഴിയുന്നില്ല. സങ്കടം കൽവിൽ തളം കെട്ടി കിടക്കുകയാണ്. റബ്ബിന്റെ നിർദ്ദേശമാണ്. ഒരു ഒന്നും മിണ്ടാതെ ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും തന്നേറെ കാത്തു നിന്ന് കിട്ടിയ പൈതലിനെ അവിടെ താമസിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് ഇബ്രാഹിം വരച്ച നടത്തമാ പിന്നാലെ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവേ, എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്? ഞങ്ങളിവിടെ ഒഴിവാക്കിയിട്ട് അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? ഒന്നും മറുപടി കൊടുക്കുന്നില്ല. എന്തെന്നറിയോ തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. സങ്കടമാണ്. തിരിഞ്ഞു നോക്കിയാൽ പൊട്ടിക്കരഞ്ഞു പോകും. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നടക്കുകയാ. ഒരുപാട് ആജറാ ബീവി വിളിക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ആജറാ ബീവി എന്ന ഭാര്യ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണോ? അല്ലാഹുവിന്റെ ഓർഡറാണോ? ഇത് റബ്ബിന്റെ നിർദ്ദേശമാണോ? അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് തല കൊണ്ട് ആണി കാണിച്ചു വരച്ച നടത്തമാ. ഇതാണ് ഇബ്രാഹിം അനുഭവിച്ച നാലാമത്തെ പ്രതിസന്ധി, നാലാമത്തെ പ്രയാസം. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, സമയമേറെ വൈകുമ്പോൾ ഞാൻ ചുരുക്കുകയാണ്. അഞ്ചാമതായി ഇബ്രാഹിം നബി അനുഭവിച്ച പ്രയാസം ഏതാണെന്നറിയോ? എന്റെ വാപ്പ, എന്റെ ഉമ്മ. ഇബ്രാഹിം നബി നേരെ തന്റെ മക്കളെയും ഹാജറാ ബീവിയെയും അവിടെ നിർത്തിയിട്ട് പോയത് ഇറാഖിലേക്കാണ്. വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതാ, തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ ഇബ്രാഹിം നബി വരികയാണ്. ഇബ്രാഹിം നബി ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ വരികയാണ്. സന്തോഷാവൂലേ? ഏതൊരു ഉമ്മാക്കും ഏതൊരു കുഞ്ഞിനും സന്തോഷമല്ല. വാപ്പ വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. പക്ഷേ ഇസ്മായിലും സന്തോഷിച്ചു. പാപ്പാന്റെ കൈ പിടിച്ച് നടക്കാനോ, പാപ്പാന്റെ കൈ പിടിച്ച് നാട് ചുറ്റി കാണാനോ, ഇനി പാപ്പാന്റെ കൈ പിടിച്ച് നടന്നു പോകാനോ ഇസ്മായിൽ എന്ന പൊന്നുമോനേറെ സന്തോഷിച്ചു. ഹാജറാ ബീവിക്കും വളരെ സന്തോഷമായി. വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് മടങ്ങി വരികയാ. പക്ഷെ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. ഇബ്രാഹിം നബി വന്നത് സന്തോഷം അറിയിക്കാനല്ല, ഒരു വാർത്തയുമായിട്ടാണ് വന്നത്. മകനോട് വന്ന് പറയുന്ന, മോനെ ഒന്ന് കുടിച്ചൊരുങ്ങണേ മോനെ. ഹാജറയോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മകനെ ഒന്ന് നീ കുളിച്ചു ഒരുക്കണം, നല്ല വസ്ത്രം അണിയിക്കണം. എന്തേന്നറിയുമോ? മകനെ അറുക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. മോനെ അറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. തകർന്നുപോലെ ഏതൊരു മോൻ കേൾക്കുമ്പോ തകരൂലേ? പാപ്പ വന്ന് പറയുന്ന വിഷയമെന്താ? എന്നെ അറുക്കണമെന്നാ. ഏതൊരു ഉമ്മാക്കാണ് താങ്ങാൻ കഴിയുക? പക്ഷെ അവിടെയും ഇബ്രാഹിം നബി പതറിയില്ല. ഇബ്രാഹിം നബി ഒരു നിമിഷം പോലും അവിടെ പതറിയില്ല. ഇസ്മായിൽ എന്ന പൊന്നുമോനും പതറിയില്ല. ഹാജറാ ബീവി എന്ന മഹദിയും അവിടെ പതറിയില്ല. മകനെ കുളിച്ചൊരുക്കുകയാണ്, നല്ല പുത്തനോട് പണിയിക്കുകയാണ്. മകന്റെ കയ്യും പിടിച്ച് വാപ്പ കൊണ്ടുപോകുകയാണ്. നാടു കാണിക്കാനല്ല,
ചുറ്റിക്കറങ്ങാനല്ല, മകനെ അറുക്കാൻ നിലയുടെ താഴ്വരയിലൂടെ. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം എന്ന വാപ്പ കൊണ്ടുപോയി മകനെ കിടത്തുന്നു, കത്തിയെടുക്കുന്നു, മകന്റെ കഴുത്തങ്ങ് അറുക്കാൻ തുനിയുന്നു, കത്തി കഴുത്തിൽ വെച്ച് അറുക്കുന്നു. അപ്പോഴും ആ വാപ്പ തകർന്നു പോയില്ല. അപ്പോഴാണ് റബ്ബിന്റെ വിളി വരുന്നത്, അയ്യാ ഇബ്രാഹീം, ഓ ഇബ്രാഹീം എന്ന പ്രവാചകനെ, ഓ ഇബ്രാഹീം നബിയേ, അങ്ങ് മകനറുക്കേണ്ടതില്ല, അങ്ങ് എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയെ. അങ്ങ് ഒരു പരീക്ഷണത്തിൽ പോലും തളർന്നു പോയില്ല, തകർന്നു പോയില്ല, സങ്കടപ്പെട്ടു പോയില്ല. ഒരു നിമിഷം പോലും അങ്ങയെ തകർക്കാൻ ഒരു പരീക്ഷണങ്ങൾക്കും കഴിഞ്ഞില്ല ഇബ്രാഹിം നബിയെ എന്ന ആ വലിയ സന്തോഷവാർത്ത പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ആ വലിയ തവക്കുലാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ആ തവക്കുൽ നമുക്കുണ്ടായാൽ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ബോധമുണ്ടായാൽ ഒരിക്കലും നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. എത്ര വലിയ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും, എത്ര വലിയ പ്രയാസത്തിലൂടെ നാം കടന്നു പോയാൽ റബ്ബ് നമ്മെ കൈവിടില്ല എന്ന ബോധം നമുക്കുണ്ടായാൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ബോധം നമ്മുടെ ഖൽബിൽ തന്ന് പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. റബ്ബിനെ മനസ്സിൽ